നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബുഡാപെസ്റ്റ് ഗാംബിറ്റ് ആണ്. ഇത് വൈറ്റ് ക്യൂൻസ് ഓപ്പണിംഗ് വെച്ച് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലാക്കിന് കളിക്കാവുന്ന ഒരു ഗാംബിറ്റ് ആണ്. ഇതെങ്ങനെയാണ് കളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ നൈറ്റ് ടു F6 കളിക്കുന്നു. ഈ മൂവിൻ്റെ ഉദ്ദേശം എന്നത് വൈറ്റിൻ്റെ E4 മൂവിനെ തടയുക എന്നതാണ്. വൈറ്റിൻ്റെ E4 മൂവിനെ തടയാൻ ബ്ലാക്കിന് വേറെയും മൂവ് കളിക്കാം. ഉദാഹരണത്തിന് ബ്ലാക്ക് D5 മൂവ് ചെയ്താലും വൈറ്റിൻ്റെ E4 മൂവിനെ തടയാൻ പറ്റും. എന്നാൽ കണക്കുകൾ അനുസരിച്ച് നൈറ്റ് ടു F6 കളിച്ചാൽ കൂടുതൽ വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിന് ശേഷം വൈറ്റ് കളിക്കുന്നത് പൗൺ ടു C4 ആയിരിക്കും. ഇതിന് ശേഷം നമ്മൾ E5 കളിക്കുന്നു. ഇതാണ് ബുഡാപെസ്റ്റ് ഡിഫൻസ്. ഇവിടെ വൈറ്റ് നമ്മുടെ E5 പൗണിനെ ക്യാപ്ചർ ചെയ്താൽ നമ്മൾ നൈറ്റ് ടു G4 കളിച്ച് വൈറ്റിൻ്റെ പൗണിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് ആ പൗണിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഷപ്പ് ടു F4 കളിക്കുന്നു. നമ്മൾ നൈറ്റ് ടു C6 കളിച്ച് വീണ്ടും ആ പൗണിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ വൈറ്റ് വീണ്ടും ആ പൗണിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് ടു F3 കളിക്കുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മൂവ് വരുന്നത്. വൈറ്റ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു മൂവാണ് നമ്മൾ കളിക്കുന്നത്. നമ്മൾ ബിഷപ്പ് ടു B4 ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇവിടെ നൈറ്റ് വെച്ചിട്ടായിരിക്കും ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ക്യൂൻ ടു E7 കളിച്ച് വൈറ്റിൻ്റെ പൗണിനെതിരെ ഒരു അറ്റാക്കും കൂടെ കൊടുക്കുന്നു. ഇതിന് ശേഷം വൈറ്റ് ഏറ്റവും കൂടുതൽ കളിക്കാൻ ചാൻസ് ഉള്ള മൂവ് A3 ആയിരിക്കും. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വൈറ്റ് വിചാരിക്കുന്നത് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പിനെ ഈ അറ്റാക്കിൽ നിന്നും മൂവ് ചെയ്യിക്കുമെന്നായിരിക്കും. എന്നാൽ നമ്മളിവിടെ കളിക്കുന്നത് നമ്മുടെ നൈറ്റ് ഉപയോഗിച്ച് വൈറ്റിൻ്റെ E5ലുള്ള പൗണിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ വൈറ്റ് അടുത്തതായി നമ്മുടെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ വൈറ്റിൻ്റെ കാര്യം അതോടെ തീർന്നു. കാരണം അടുത്തതായി ബ്ലാക്ക് നൈറ്റ് ടു D3 കളിക്കുന്നതോടെ കളി ചെക്ക്മേറ്റ് ആകുന്നു. ഇതാണ് ബുഡാപെസ്റ്റ് ഗാംബിറ്റിലെ മെയിൻ ആയിട്ടുള്ള ഒരു വേരിയേഷൻ. ഈ ഗാംബിറ്റിലെ മറ്റു വേരിയേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.